18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ച് ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തി. ഇവരിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടന്നു. തുടർന്ന് 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. 1885 രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും ഇതിനു വേണ്ടിയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചത്. 17-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ വ്യാപാരികൾ ഇന്ത്യയിലെത്തി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചു. 18-ാം നൂറ്റാണ്ടോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തങ്ങളുടെ സൈനിക ശക്തിയിലൂടെ പ്രാദേശിക രാജ്യങ്ങളെ കീഴടക്കി ഇന്ത്യയിൽ പ്രധാന ശക്തികളായി മാറി. 1857 ഇന്ത്യൻ കലാപത്തിന് ശേഷമാണ് സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുത്തുന്നത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നിസ്സഹകരണ സത്യാഗ്രഹം തുടങ്ങിയ നിരവധി പ്രതിഷേധങ്ങൾ നടന്നു. 1885 രൂപവൽക്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ഇന്ത്യയിൽ മൊത്തമായി ഉയർന്നുവന്നു. രാജ്യവ്യാപകമായി നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്കും മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസാ മാർഗങ്ങളും സ്വാതന്ത്ര്യം നേടുന്നതിനു വേണ്ടി നടന്നു. യൂറോപ്യൻ വ്യാപാരികളായ ബ്രിട്ടീഷുകാരെ ഓടിക്കുന്നതിനു വേണ്ടി പലതരത്തിലുള്ള സമരതന്ത്രങ്ങളാണ് പുറത്തെടുത്തത്. അങ്ങനെ ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിൽ 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യദിനം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന സംഭവമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള ഒരു അവസരമാണിത്. സ്വാതന്ത്ര്യത്തിന്റെ വില അറിയാനും രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു. രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന അന്നേ പൊതു അവധിയാണ് നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മൂല്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ്. സമത്വം, നീതി, സാഹോദര്യം എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും രാജ്യത്തിന്റെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കുന്നു. കൂടാതെ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും നിരവധി പരിപാടികൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ കലഹിക്കാനല്ല നമ്മുടെ പൂർവികർ രക്തം ചിന്തി സ്വാതന്ത്ര്യം നേടിത്തന്നത് പരസ്പരം സ്നേഹിക്കാനാണ്. മതാന്ധതയ്ക്കെതിരെ പോരാടാനും മതനിരപേക്ഷതയുടെ കാവലാളാകാനും ഈ സ്വാതന്ത്ര്യദിനം നമ്മെ ചുമതലപ്പെടുത്തുന്നു. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ.